പാഞ്ചജന്യം ഭാരതം എന്ന ദേശീയ കലാസാംസ്കാരിക സംഘടനയുടെ ഗ്ലോബൽ തലത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീരാമസാഗരം എന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൗടിയാർ കൊട്ടാരത്തിൽ ആദരണീയായിട്ടുള്ള പത്മശ്രീ അശ്വതി തിരുനാൾ തമ്പുരാട്ടി നിർവഹിക്കുകയാണ്. രാമായ രാമഭദ്രായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ സീതായ പദയേ നമഃ സീതായ നാഥായ പദയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. ജനം ടി വിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും ചേർന്ന് അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കർക്കടകം 1. വീടുകളും ക്ഷേത്രങ്ങളുമൊക്കെ ഇനി രാമായണശീലുകളാൽ മുഖരിതമാകുന്ന നാളുകൾ. ധർമ്മത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനും സത്യവും നീതിയും ജീവിതത്തിൽ പകർത്താനും മനുഷ്യനെ പഠിപ്പിക്കുന്ന അമൂല്യമായ ഇതിഹാസമാണ് രാമായണം. മഹർഷി വാൽമീകി രചിച്ച ഈ മഹാകാവ്യം വെറും ശ്രീരാമന്റെ ജീവിതകഥ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളുടെ മഹത്വവും കർത്തവ്യനിഷ്ഠയും ത്യാഗവും സ്നേഹവും ഭക്തിയും നിറഞ്ഞ ഒരു ജീവിത ദർശനമാണ്. ശ്രീരാമസാഗരത്തിൽ ആദ്യ ദിനമായ ഇന്ന് ശ്രീമദ് അധ്യാത്മരാമായണം ബാലകാണ്ഡം ശ്രീരാമസ്തുതി പാരായണം ചെയ്യുന്നത് പത്മശ്രീ കെ ഓമനക്കുട്ടി ടീച്ചർ. സാനന്ദരൂപം സകല പ്രബോധനം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണാമി തുഞ്ചത്തെഴുമാര്യപാദം പ്രണാമി തുഞ്ചത്തെഴും ആര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി
രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമ ചരിതം നീ ചൊല്ലിടു മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാ കാനനേ ദിഗംബരൻ. വാരിജോദ്ഭവമുഖവാരിജാവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതൻ മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ. ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ. ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ. മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ.
മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. ശോകത്തെ ശ്ലോകമാക്കിയതാണ് രാമായണം എന്ന ഇതിഹാസ കാവ്യം. രാമന്റെ അയനമാണ് രാമായണം. ആ യാത്രയിൽ ദുഃഖമുണ്ട്, സത്യമുണ്ട്, ധർമ്മമുണ്ട്. പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറ് നമുക്ക് ഇന്ന് പകർന്നു തരുന്നത് ദുഃഖം, സത്യം, രാമായണം. കാണാം രാമാമൃതം. രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യൻ ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. കവികൾ നമ്മൾ പറയുമല്ലോ, കവികൾ പറയും. കാരണം ഏറ്റവും ഉള്ളിൽ തട്ടുന്ന രംഗാവിഷ്കാരം എന്ന് ചോദിച്ചാൽ അത് കരുണമാണ്, ദുഃഖമാണ്. സന്തോഷത്തേക്കാൾ ഉപരി ദുഃഖാത്മകമായ അന്തരീക്ഷമാണ്, കാവ്യ മനോഹാരിതയാണ് ആകർഷകമായിട്ട് എപ്പോഴും നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് രാമായണത്തെ കാവ്യങ്ങളുടെ കാവ്യം, ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള കാവ്യം എന്ന് നമ്മൾ ആദരപൂർവ്വം ഓർമ്മിക്കുന്നത്, എടുത്തു പറയുന്നത് എന്നീ അവസരത്തിൽ ഞാനൊരു പുനർവിചിന്തനം നടത്തുകയാണ് ചെയ്യുന്നത്. രാമായണത്തിൽ എല്ലാ കഥാപാത്രങ്ങളും വ്യത്യസ്തത ഏറെ ഇല്ല എന്നെനിക്ക് തോന്നുന്നത്. മുഖ്യ കഥാപാത്രങ്ങൾ എല്ലാം ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. കണ്ണീരിൻ്റെ ഒരു പ്രപഞ്ചമാണ്, ഒരു വൈകാരിക പ്രപഞ്ചമാണ് വാസ്തവത്തിൽ രാമായണം ഒരുക്കുന്നത് എന്ന് ഒരു ദുഃഖോപാസകൻ ആയതുകൊണ്ടുകൂടി ആവാം എനിക്കങ്ങനെ തോന്നുന്നുണ്ട് എന്ന് ഞാൻ പറയട്ടെ. എല്ലാവരും ദുഃഖിക്കുകയാണ്. രാജാവായ ദശരഥനേക്കാൾ ഭാഗ്യവാനുണ്ടോ? എത്ര മഹാനായ ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രന്മാർ ഉള്ള പ്രജാപതിയാണ്, രാജാവാണ്. രാമനേക്കാൾ വലിയ ഒരു പുത്രൻ ഉള്ള ഒരച്ഛൻ സങ്കല്പിക്കാനൊക്കെയില്ല. അപ്പോൾ ശ്രീരാമദേവൻ്റെ പിതാവായിരിക്കുക എന്നുള്ളതാണ് ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യപൂർണമായ അവസ്ഥ എന്ന് പറയുന്നത്. മകനെ അടുത്ത അവകാശിയായിട്ട് വാഴിക്കാൻ തീരുമാനിച്ചു കഴിയുന്ന ആ ഒരു ഘട്ടത്തിൽ മഹാരാജാവിനെ പിടികൂടുന്നത് ദുഃഖമാണ്. ദുഃഖത്തിൻ്റെ നീർക്കഴയത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുകയാണ് അദ്ദേഹം. ആര് വഴി? തൻ്റെ പ്രിയപത്നിയായ കൈകേയി വഴി അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങുന്നു, ആ ഒരവസ്ഥ ഉണ്ടാവുകയാണ്. മാത്രമോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ, ആദ്യ ജാതനാണ്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ മോഹിക്കുന്ന പുത്രൻ്റെ മുഖം 14 വർഷത്തേക്ക് കാണാൻ തനിക്ക് വിധിയില്ല, പിന്നെ ഒരിക്കലും കാണാൻ വിധിയും ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ രാമൻ്റെ അഭിഷേകം മുടങ്ങുന്നു, രാമനെ കാട്ടിൽ അയക്കുന്നു. അച്ഛനായ രാജാവ് ദശരഥ മഹാരാജാവ് ദുഃഖാർത്തനായി തീരുന്ന അവസ്ഥാവിശേഷം. രാമൻ്റെ അമ്മ കൗസല്യാദേവിയെ സംബന്ധിച്ച് എന്താ സംഭവിക്കുന്നത്? തൻ്റെ പുത്രൻ, പ്രിയപുത്രൻ, ഏകപുത്രൻ തന്നെ വിട്ട് രാജ്യം ഉപേക്ഷിച്ചു എന്നുള്ളത് നിൽക്കട്ടെ, കാട്ടിലേക്ക് അയക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം. ഏതമ്മയ്ക്ക് താങ്ങാൻ കഴിയും അത്തരം ഒരവസ്ഥ എന്ന് പറയുന്നത്? രാമൻ പോകുമ്പോൾ പിന്നാലെ പുറപ്പെടുന്നു സതീദേവിയായ സാക്ഷാൽ സീതാദേവി. സതിയാണ്, പൂർണ്ണമായ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രതീകമായിരിക്കുന്ന സീതാദേവി പുരാണത്തിലെ ഏറ്റവും ആരാധ്യയായ, അല്ലെങ്കിൽ ദേവി സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് സീതയാണ്. സീതയ്ക്കോ, സീത ഭർത്താവിനെ അനുഗമിക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്, ആത്മീയ സന്തോഷമുണ്ട്. എങ്കിലും അതിലേക്ക് നയിക്കുന്ന അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് സീതയ്ക്ക് ദുഃഖം വളർത്തുന്നത് ആണ്. രാമനെ അനുഗമിക്കുന്നു പ്രിയ സഹോദരൻ ലക്ഷ്മണകുമാരകൻ രാമൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അന്തഃപുരത്തിൽ വിങ്ങിപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു മുഖം, മറ്റൊരു മനസ്സ്, അത് ഊർമിളയാണ്. ലക്ഷ്മണൻ്റെ പത്നിയായ ഊർമിളയും ദുഃഖിതയാണ്. അധികാരിയായിട്ട് വാഴിക്കപ്പെടുന്ന, ഭരണാധികാരിയായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന ഭരതകുമാരനെ സംബന്ധിച്ചോ,
ഭരതന് സ്വന്തം ജ്യേഷ്ഠന് ഇല്ലാത്ത ആ ഒരു സുഖം, അധികാരം തനിക്ക് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഭരതകുമാരൻ്റെ ഒരു അവസ്ഥയുണ്ട്. അവിടെയും ദുഃഖമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ പിന്നാലെ ഓരോ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് വളരെ വിശദമായിട്ട് നമുക്ക് സൂചിപ്പിച്ച് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. എങ്കിലും ഞാൻ പറയട്ടെ, ഓരോ ഘട്ടത്തിലും രാമായണം എടുത്ത് കഥ വികസിച്ച് വരുമ്പോൾ അവിടെയെല്ലാം മനുഷ്യ ദുഃഖങ്ങളുടെ സാന്ദ്രമായ ആവിഷ്കാരമാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഒരു കാവ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കും, അത് മനസ്സിൽ ഉറച്ചുപോയ ഒരു കാവ്യ സങ്കല്പനം നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, ദുഃഖത്തേക്കാൾ കവിഞ്ഞിട്ട് ഒന്നും നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന, ഒരു ആത്മബോധത്തിലേക്ക് നമ്മെ നയിക്കുന്ന മറ്റൊരു വികാരം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അത് ആ സങ്കടം അല്ലെങ്കിൽ ആ ദുഃഖം സംഗീതാത്മകം ആകുമ്പോൾ അത് ഹൃദയത്തെ എത്രമാത്രം ആഴത്തിൽ സ്പർശിക്കും എന്നുള്ളതിൻ്റെ ഒരനുഭവം എനിക്ക് കുട്ടിക്കാലത്തുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ ബൈബിൾ വായിക്കുക എന്നുള്ളത് എൻ്റെ വീട്ടിലൊരു നിഷ്ഠയായിരുന്നു. കുട്ടി തൊട്ട് മുതിർന്ന ആളുകൾ വരെ അത് വായിക്കണം. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന ഒരു രാത്രിയിലാണ്, ഒരു സന്ധ്യയിലാണ് പെട്ടെന്ന് കാറ്റിൽ കലർന്നു വന്ന സംഗീതത്തിൻ്റെ ഒരു മധുരിമ എൻ്റെ വീട്ടിൽ അനുഭവപ്പെട്ടത്. എൻ്റെ മുത്തശ്ശി, പ്രായം ചെന്ന എൻ്റെ അച്ഛൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, കുട്ടി നിൻ്റെ വായന നിർത്തൂ, ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം എന്ന് പറയുന്നു. ഞാൻ ആ പാട്ട്, ഞങ്ങളെല്ലാം ആ പാട്ട് ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് എന്താണ്, ഏത് പുതിയ പാട്ടാണ്, അതിനുമുമ്പ് കേട്ടിട്ടില്ല, എന്താണ് അതിൻ്റെ ആന്തരാർത്ഥമെന്നോ അതിൻ്റെ ലയമെന്നോ ഒന്നും അറിഞ്ഞുകൂടാ, അത്രയ്ക്കുള്ളൊരു സംസ്കാരമൊന്നുമില്ല. പിറ്റേന്ന് എൻ്റെ മുത്തശ്ശി അടുത്ത വീട്ടിൽ ഈ പാട്ട് ഒഴുകി വന്ന വീട്ടിലേക്ക് ചെന്നിട്ട് എന്താ അവിടെ സംഭവിച്ചത്, എന്താണ് ഈ പാട്ട് എന്ന് അന്വേഷിച്ചറിയുകയാണ്. അപ്പോഴാണ് അവിടുത്തെ പുത്തനായി മാറി വന്ന സ്കൂളിലേക്ക് വന്ന നമ്പ്യാർ മാഷിൻ്റെ മോള് രാമായണം വായിക്കുന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായത്. അത് ആകൃഷ്ടയായിട്ട് എൻ്റെ മുത്തശ്ശി എൻ്റെ വീട്ടിലൊരു നിയമം ഉണ്ടാക്കി, നാളെ തൊട്ട് ആ പാട്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം മതി നമ്മുടെ വീട്ടിലെ ബൈബിൾ വായന എന്ന്. അത് പകർന്നു തന്ന ഒരു സംസ്കാരത്തിൻ്റെ, അനുഭവത്തിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. മത്സരിച്ച് ജയിക്കുകയല്ല, മറിച്ച് സമർപ്പിച്ച് സന്തോഷിക്കുകയാണ്, സമർപ്പണത്തിലൂടെ ആനന്ദിക്കുകയാണ്, ദുഃഖത്തിലൂടെ വിമലീകരിക്കുകയാണ്, ആത്മാവിനെ മനസ്സിനെ വിമലീകരിക്കുകയാണ്, സബ്ലൈം ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചെയ്യുവാൻ സഹായിക്കുന്നതാവണം ഉത്തമ കാവ്യം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എന്നെ എൻ്റെ ഇളം പ്രായത്തിൽ തന്നെ നയിച്ചത് സത്യം രാമായണമാണ്. ആദികാവ്യമായ രാമായണമാണ്, കാവ്യങ്ങളുടെ കാവ്യമായ രാമായണമാണ്. അതുകൊണ്ട് ഈ മഹാസാഗരത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമുക്ക് അതിൻ്റെ അനർഘമായ ആ സമ്പത്ത്, അതിൻ്റെ ആനന്ദം, ദുഃഖത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തിൽ തുടങ്ങി ആനന്ദത്തിൻ്റെ പല തിരകൾ ഒന്നൊന്നായി ഉൾക്കൊള്ളാൻ ഉള്ള ഒരു ശ്രമം നടത്താം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ വളരെ വിനയപൂർവ്വം സമർപ്പണ ബോധത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്. വിനയപൂർവ്വം എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. നന്ദി. ഭക്തിയുടെ ആഴവും സംഗീതത്തിൻ്റെ മാധുര്യവും ഒരുപോലെ അനുഭവിക്കാനുള്ള അപൂർവ അവസരം. ശ്രീരാമനാമത്തിൻ്റെ മഹിമ മനസ്സിലേറ്റിയ സോപാന സംഗീതമാണ്. അടുത്തത് രാമാനന്ദം. ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്ര വിഷമമശുഭദിനൈ ശ്രീരാമചന്ദ്ര വിഷമമശുഭദിനൈ കാരുണ്യസാഗര നാരാജ ചാപശോഭി നിജകര നാരാജ ചാപശോഭി നിജകര ദീനോദാര സുഗുണ നിവസന
സാരൂമേയ വിനുത സുരഗൻ ീരോദാര സുഗുണ നിവസന സാരൂമേയ വിനുത സുരഗൻ ശ്രീ രാമചന്ദ്ര. രാമ ഘന നിശിചര നികര രാമ ഘന നിശിചര നികര രാമ നിജ മുഖ രുചി വികസിത സോമ രാമ ഘന നിശിചര നികര രാമ നിജ മുഖ രുചി വികസിത സോമ നരവര കുല മഹിതലാമ രവിവംശ വിഭൂഷണ സാമജാതി സമാനയ സാമജാതി സമാനയ നവര ജാനകീരമണ മൗരി ജനാ ദൃശമമ ശുഭദിനേ നീല നള പവന ചമുകല നീല നള പവന ചമുകല വിലാല പരിവൃത ശുഭദ മനുജ ലീല നീല നള പവന ചമുകല വിലാല പരിവൃത ശുഭദ മനുജ ലീല വിതരണ മൃതമദ സുരലാല കനപീത വിദാംബര കാല കാല വരദ ഭവിഷ്ടം കാല കാല വരദ വിദോജന തമ്പുഗള മണി വിരാജ ശ്രീ രാമചന്ദ്ര ദൃശമമ ശുഭദിനേ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് രാമൻ. മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ യാത്ര തുടരുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.